ലക്ഷക്കണക്കിന് ഗ്രഹങ്ങളും ഗാലക്സികളും ചിഹ്നഗ്രഹങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും എണ്ണത്തിൽ നക്ഷത്രങ്ങളുമുള്ള നമ്മളുടെ ഈ പ്രപഞ്ചത്തിന്റെ വിദൂരമായ ഒരു കോണിൽ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെന്ന് കരുതുക. ആ സുഹൃത്തിന് നിങ്ങൾക്കൊരു കത്തെഴുതാം. വിലാസം എന്ത് വെക്കും? നിങ്ങളുടെ പേര് വെച്ചിട്ട് വെറുതെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്ന് എഴുതിയാൽ അത് എവിടെ എത്തില്ല. 2 ലക്ഷം കോടിയിൽ പരം ഗാലക്സികളുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്ന വിലാസത്തിൽ ചേർക്കുന്നത് വാതിലുള്ള വീട് എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആരോടെങ്കിലും യേശുദാസ് പാടിയ പാട്ട് ഏതാ എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ. എത്രയോ പാട്ട് പാടിയിരിക്കുന്നു യേശുദാസ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു കത്ത് വരുന്നതെന്ന് നോക്കിക്കേ. അതിൽ വിലാസം പൂർണ്ണമായിട്ടുണ്ടാവും. നമ്മളുടെ പേര്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, സ്ഥലം വിത്ത് പിൻകോഡ്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ സ്ഥലം എവിടെയാണെന്ന് അറിയണമെങ്കിൽ, കൃത്യമായി അറിയണമെങ്കിൽ നമുക്കൊരു പിൻകോഡ് ഉണ്ടാകും. അതായത് നമ്മളുടെ ശരിയായ യഥാർത്ഥമായ കോസ്മിക് അഡ്രസ്. നമുക്ക് ഇന്ന് അത്തരമൊരു യാത്ര പോയി നോക്കാം. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തു നിന്ന് തുടങ്ങി പ്രപഞ്ചത്തിന്റെ അതിരുകൾ വരെ നീളുന്ന ഒരു യാത്ര. ഏകദേശം 93 ബില്യൺ പ്രകാശവർഷം നീളുന്ന ഈ യാത്ര കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ യഥാർത്ഥ കോസ്മിക് അഡ്രസ് എന്താണെന്ന് വ്യക്തമാകും. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിലാസത്തിലെ ഒന്നാമത്തെ വരി ഇതാണ്: ഭൂമി, സൗരയൂഥം. സൂര്യൻ എന്ന നക്ഷത്രത്തെ ചുറ്റിക്കറങ്ങുന്ന ഒരു നനഞ്ഞ പാറക്കഷ്ണത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ അറിവ് വെച്ച് നമ്മളുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളും ധാരാളം ഉപഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ സൗരയൂഥം നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൽ അവസാനിക്കുന്നില്ല. ഗ്രഹങ്ങൾക്കും അപ്പുറത്ത് ഊർട്ട് ക്ലൗഡ് അല്ലെങ്കിൽ ഊർട്ട് മേഘം എന്നറിയപ്പെടുന്ന കോടിക്കണക്കിന് മഞ്ഞുപാളികളുള്ള ഒരു വൻ ശേഖരമുണ്ട്. ഇതാണ് നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തി മതിൽ അല്ലെങ്കിൽ അതിര്. നമ്മുടെ വിലാസത്തിലെ രണ്ടാമത്തെ വരിയാണ് ഇനി വരുന്നത്: ഓറിയോൺ സിഗ്നസ് ആം. സൂര്യൻ വെറുതെ ശൂന്യതയിൽ ഒഴുകി നടക്കുകയല്ല. നമ്മളിപ്പോൾ ലോക്കൽ ബബിൾ എന്നറിയപ്പെടുന്ന 1000 പ്രകാശവർഷം വീതിയുള്ള ചൂടുവാതകങ്ങൾ നിറഞ്ഞ ഒരു മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ക്ഷീരപഥം, ദ മിൽക്കി വേ. മിൽക്കി വേ എന്ന ഗാലക്സിയുടെ ഒരു ചെറിയ കൈവഴിക്കുള്ളിലെ ശാന്തമായ ഒരിടത്താണ് നമ്മളുടെ സൂര്യനും അതിലടങ്ങിയിരിക്കുന്ന നമ്മളും താമസിക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ വിലാസത്തിലെ മൂന്നാമത്തെ വരി കടന്നു വരുന്നത്: ക്ഷീരപഥം, ദ മിൽക്കി വേ ഗാലക്സി. 1 ലക്ഷം പ്രകാശവർഷം വിസ്താരമുള്ള ഒരു കൂറ്റൻ നക്ഷത്രക്കൂട്ടമാണ് നമ്മളുടെ ഈ വീട്. ക്ഷീരപഥം മുഴുവൻ അമേരിക്കയുടെ വലുപ്പമുള്ള ഒരു രാജ്യമാണെന്ന് സങ്കല്പിച്ചാൽ നമ്മുടെ സൗരയൂഥം അതിലൊരു ചെറിയ നാണയത്തൊട്ടോളം മാത്രമേ വരൂ. പക്ഷേ ക്ഷീരപഥത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. വിലാസത്തിലെ 4-മത്തെ വരിയാണ് ലോക്കൽ ഗ്രൂപ്പ്. ഇത് ഏതാണ്ട് 50ഓളം ഗാലക്സികൾ അടങ്ങുന്ന നമ്മുടെ ഒരു ചെറിയ കുടുംബമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വലിയ അയൽക്കാരനാണ് ആൻഡ്രോമിഡ എന്ന ഗാലക്സി. ഒരു രഹസ്യം പറയാം: ആൻഡ്രോമിഡ എന്ന ഗാലക്സി സെക്കൻഡിൽ 110 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. ഏകദേശം 400 കോടി വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ക്ഷീരപഥവുമായി ആൻഡ്രോമിഡ കൂട്ടിയിടിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ മിൽക്കി വേ എന്ന വിലാസം മാറി പകരം മിൽക്കോമിഡ എന്ന ഒറ്റ ഗാലക്സിയായി മാറും. പക്ഷെ ഇപ്പോൾ നമ്മൾ അയൽക്കാർ മാത്രമാണ്. ഇവിടെ മുതൽ ഇനി കാര്യങ്ങൾ അല്പം പേടിപ്പെടുത്തുന്നതാണ്. വിലാസത്തിലെ 5-മത്തെ വരിയാണ് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ. 100ഓളം ഗാലക്സി ഗ്രൂപ്പുകൾ ചേർന്ന് 110 ദശലക്ഷം പ്രകാശവർഷം വലിപ്പമുള്ള ഈ വൻ സമുച്ചയത്തിലെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് നമ്മളുടെ ലോക്കൽ ഗ്രൂപ്പ്. എന്നാൽ ഇതിലും വലിയൊരു ബോസ് വേറെയുണ്ട്. 2014 ശാസ്ത്രജ്ഞർ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്: വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്നത് അതിലും വലിയൊരു ഘടനയുടെ ചെറിയൊരു ശാഖ മാത്രമാണ്. വിർഗോ സൂപ്പർ ക്ലസ്റ്റർ അടങ്ങിയ ആ വലിയ ഘടനയുടെ പേരാണ് ലാനിയാക്കിയ. ഹവായിയൻ ഭാഷയിൽ ലാനിയാക്കിയ എന്ന വാക്കിന്റെ അർത്ഥം അളക്കാനാവാത്ത സ്വർഗം എന്നാണ്. 1 ലക്ഷത്തോളം ഗാലക്സികളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിലെ എല്ലാ നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രേറ്റ് അട്രാക്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിഗൂഢ കേന്ദ്രത്തിലേക്ക് വലിച്ചെടുപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണാത്ത ഏതോ ഒരു വലിയ ശക്തി നമ്മെ വലിച്ചെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ലാനിയാക്കിയയുടെ വിസ്താരത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും: പ്രപഞ്ചം നമ്മെ ഒരു വടംവലിയിൽ തളച്ചിട്ടിരിക്കുകയാണ്. അവിശ്വസനീയമായ ഒരു കാര്യം ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്: നമ്മുടെ ഗാലക്സിയും പരിസരത്തുള്ള മറ്റുള്ള ഗാലക്സികളും സ്വാഭാവികമായ വേഗത്തേക്കാൾ വളരെ കൂടിയ വേഗത്തിൽ എങ്ങോട്ടോ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് അട്രാക്ടർ എന്ന് വിളിക്കപ്പെടുന്ന അദൃശ്യമായ ഏതോ ഒരു കേന്ദ്രം നമ്മെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ്. നമ്മുടെ ഗാലക്സികളുടെ ഈ കൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ചുഴി പോലെ ഇതിനെ സങ്കല്പിക്കുക. ഇത് വെറും ഒരു ബ്ലാക്ക് ഹോൾ അല്ലെന്ന് ശാസ്ത്രം പറയുന്നു. മറിച്ച് കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള വസ്തുക്കളെ പോലും വശീകരിക്കുന്ന, വലിച്ചെടുപ്പിക്കുന്ന അത്രമേൽ വലിപ്പമുള്ള ഒരു പിണ്ഡമാണ്. ഒരു മലഞ്ചെരിവിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ ഈ അദൃശ്യ പ്രവാഹത്തിലൂടെ നമ്മളും ആ നിഗൂഢ കേന്ദ്രത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. സോൺ ഓഫ് അവോയ്ഡൻസ് അഥവാ മിൽക്കി വേയിലെ നമ്മുടെ ക്ഷീരപഥത്തിലെ ഇടതൂർന്ന പൊടിപടലങ്ങൾക്കും വാതകങ്ങൾക്കും പിന്നിൽ ഒളിഞ്ഞിരുന്നത് കൊണ്ട് വർഷങ്ങളോളം ഇതൊരു നിഗൂഢതയായി തുടരുകയായിരുന്നു എന്ന് മാത്രം. നമ്മളുടെ കോസ്മിക് വിലാസം എഴുതുന്ന കവറിന്റെ 6-മത്തെയും അവസാനത്തെയും വരിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതാണ് നമുക്ക് നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചം, ദ ഒബ്സർവബിൾ യൂണിവേഴ്സ്. കവറിലെ നമ്മുടെ കോസ്മിക് വിലാസം എഴുതുന്ന കവറിലെ അവസാനത്തെ വരിയാണിത്. ഇതിന്, അതായത് ദ ഒബ്സർവബിൾ യൂണിവേഴ്സ്, നമുക്ക് നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിന് ഏകദേശം 93 ബില്യൺ പ്രകാശവർഷം വീതിയുണ്ട്. അതിനപ്പുറത്തുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. കാരണം
പ്രപഞ്ചമുണ്ടായ ആ 13.8 ബില്യൺ വർഷങ്ങൾ കൊണ്ട് അത്രയും ദൂരത്തു നിന്നുള്ള വെളിച്ചം നമുക്ക് നമ്മുടെ കണ്ണിൽ ഇനിയും എത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമി ഒരു ചെറിയ പൊട്ട, അതിലും വലിയ വൃത്തത്തിനുള്ളിലെ ഒരു ചെറിയ കണം. ആ കണമാവട്ടെ ബൃഹത്തായ ഒരു വലിയ വലയിലെ ചെറിയ ഒരു കണ്ണി. അതങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒന്നുമല്ല ആരുമല്ല എന്ന് തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഉള്ള ഒരാളല്ല. നിങ്ങൾക്ക് അതിബൃഹത്തായ ഈ പ്രപഞ്ചത്തിൽ കൃത്യമായ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരിടമുണ്ട്. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.